മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉപ്പ എപ്പോഴും പറയും, ആരെ കണ്ടാലും എനിക്ക് നല്ലൊരു കർമ്മശാസ്ത്ര പണ്ഡിതനായിരിക്കുന്ന നല്ലൊരു മകനെ പടച്ചോനജി തരണേ. എല്ലാ സമയവും ദുആ ചെയ്യും. ഉസ്താദുമാരെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, സയ്യിദന്മാരെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ദുആ ചെയ്യിപ്പിച്ചത് കൊണ്ട് ഇമാം ഗസ്സാലി തങ്ങളെ ഉപ്പക്ക് 2 മക്കളെ കൊടുത്തു. ഒന്ന് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് അഹമ്മദ് അൽ ഗസ്സാലി. ഒരാൾ വലിയ പ്രാസംഗികനാണ്, മറ്റൊരാൾ സൂഫിയാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. ദുആ കൊണ്ട് ലഭിച്ചതാണ്. മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ പല മഹത്തുക്കളുടെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ വളരെ അങ്ങനെ ഉമ്മാന്റെ ദുആയായിരിക്കും, അല്ല ഇപ്പാന്റെ ദുആയായിരിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മയുടെ ദുആയായിരുന്നു. നല്ല രൂപത്തിൽ വളരാൻ, നാം തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കാൻ എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ബാപ്പ രക്ഷിതാക്കൾ ഗൾഫിലാണെങ്കിലും അവരുടെ നിയന്ത്രണം ഗൾഫിലാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിനു വേണ്ടുന്ന നസീഹത്തുകൾ ഭാര്യമാർക്ക് കൈമാറിക്കൊണ്ടേയിരിക്കണം.